ബിഗ് ബോസ് സീസൺ 6. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ വന്ന എപ്പിസോഡാണ്. ശരിക്കും ഇന്നത്തെ ഹീറോ ലാലേട്ടനാണെന്ന് ഞാൻ പറയും. കാരണം ഒരാളെ ഇല്ലാണ്ട് എല്ലാവരെയും പൊളിച്ചടിക്കിയ ഒരു എപ്പിസോഡായിരുന്നു. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ വന്നു, കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു. അതിനുശേഷം നമ്മുടെ സിജോനെ സ്റ്റേജിലേക്ക് വിളിക്കുകയായിരുന്നു. പക്ഷെ വിളിക്കുന്നതിന് മുൻപ് ഹൗസിലുള്ള എല്ലാവരോടും ചോദിച്ചു, കഴിഞ്ഞ 5 ദിവസമായിട്ട് സിജോ ആ വീട്ടിലില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സിജോനെ അന്വേഷിച്ചിരുന്നോ? 2 പേരാണ് അന്വേഷിച്ചു എന്ന് പറഞ്ഞത്. ഒന്ന് ശ്രീരേഖ, 2 ശരണ്യ. ബാക്കി ഒരാൾ പോലും അന്വേഷിച്ചിട്ടില്ല. ശരിക്കും ഇപ്രാവശ്യത്തെ ഈ സീസൺ 6ന്റെ കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾക്കും പരസ്പരം ഒരു ഇന്റിമസി ഉള്ളതായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം, പക്ക സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്, സൗഹൃദപരമായിട്ടായിക്കോട്ടെ. അപ്പൊ അത്തരത്തിൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഗെയിമിന് വേണ്ടി മാത്രം, എനിക്ക് ജയിക്കണം എന്ന ഒരു ഒറ്റ തോന്നൽ വെച്ച് മാത്രമാണ് ഇവർ കളിക്കുന്നത്. ഒരു അടുപ്പമോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒന്നും ഇവർക്ക് തമ്മിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇവനിപ്പോ ഗബ്രി ജാസ്മിൻ ഒരു റിലേഷൻ ആണ് എന്നുള്ള ലെവലിലൊക്കെ പുറമെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തും ഒരു ഗെയിം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഗെയിം കഴിയുമ്പോഴേക്കും അവരവരുടെ ആ ഒരു സ്ട്രാറ്റജി മാറ്റുകയാണ്, അല്ലെങ്കിൽ മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ 5 ദിവസമായിട്ട് ഒരു വ്യക്തി അവരുടെ അടുത്തുനിന്ന് മാറിയിട്ട് ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നിവര് അന്വേഷിക്കാത്തത്. ഇത് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ലാലേട്ടൻ ചോദിച്ചതിന് ശേഷം കൊടുത്തു. അപ്പൊ ജാസ്മിൻ പറഞ്ഞൊരു മറുപടിയാണ്, ഞാനത് അത്ര വലിയ സംഭവമായിട്ട് കണ്ടില്ല. ഒരാളുടെ കവളത്ത് ഇടികൊണ്ടിട്ട് അവനോട് സർജറിക്കാണ് പോയത്. പക്ഷെ സർജറിയുടെ കാര്യം ഒരു പക്ഷേ ഇവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം സിജോ പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെക്കപ്പിന് വേണ്ടി പോകുന്നതാണെന്നും പറഞ്ഞ് പോയതാണ്. അപ്പൊ സർജറി ഉണ്ടെന്നൊന്നും ഇവർക്ക് അറിയില്ല, കാരണം ഇവർ ഹൗസിനകത്താണല്ലോ. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ അവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ അവിടെ സംസാരം വരുന്നു. ഇതിനിടയ്ക്ക് ജിൻഡോ ഒരു ഷോ കാണിക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ജിൻഡോ വീണ്ടും ഒരു മണ്ടനാവുകയാണോ എന്ന് തോന്നിപ്പോയി. അനാവശ്യമായിട്ടുള്ള സംസാരം. അതിനകത്ത് ഈ ഒരു ബാത്റൂം സംസാരം ഉണ്ടായിരുന്നു. ലാലേട്ടൻ തന്നെ അത് വേണ്ടെന്ന് വെച്ച് വിട്ട കാര്യമാണ്. ജാസ്മിൻ എന്തോ കൊട്ടിയപ്പോൾ ജിൻഡോ ഇവിടെ തിരിച്ചു കൊട്ടി. അപ്പൊ ഗബ്രി എന്നൊരു വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ജിൻഡോ ഒരു CID പണി കാണിച്ചു എന്നാണ് ജിൻഡോ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതല്ലാതെ ബാക്കി കംപ്ലീറ്റ് ബ്ലണ്ടേഴ്സ് ആണ് ജിൻഡോ എന്ന് പറയുകയും ചോദിക്കുകയൊക്കെ. ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒക്കെ പൊളിച്ചടിക്കും. ഞാനതാ പറഞ്ഞു, ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് പൊളിച്ചടിക്കൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സിജോനെ കാണിച്ചു. എനിക്ക് ഇൻസ്പയറിംഗ് എന്ന് തോന്നിയത് സിജോയുടെ സംസാരമാണ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു പരിക്ക് പറ്റിയിട്ട് പോലും അയാൾ അതിനൊരു ഗെയിം സ്പിരിറ്റിൽ കാണാനുള്ള ഒരു മനസ്സ് കാണിച്ചു. വേണമെങ്കിൽ സിജോയ്ക്കോ അല്ലെങ്കിൽ സിജോയുടെ ഫാമിലിക്കോ റോക്കിക്കെതിരെ കേസ് കൊടുക്കാമായിരുന്നു ഇങ്ങനൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ. പക്ഷെ അവരതൊന്നും ചെയ്യാതെ അതിന് ആ ഒരു ഗെയിമിന്റെ സ്പിരിറ്റിൽ കണ്ടിട്ട് അതിന് ഗെയിമായിട്ട് തന്നെ, ഗെയിമിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ എടുക്കാനാണ് സിജോ ആഗ്രഹിക്കുന്നത്. കാരണം അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് സിജോ അവിടെ നിൽക്കുന്നതെന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ സിജോ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ്, ഹൗസ് മേറ്റ്സിനെ കാണണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് അത് അനുവദിച്ച് ഇന്ന് സിജോനെ കാണിച്ചു. പക്ഷെ സിജോനെ കണ്ടപ്പോൾ സങ്കടം തോന്നി. കാരണം നേരത്തെ ഉണ്ടായിരുന്ന താടിയൊക്കെ പോയി, മീശയൊക്കെ പോയി, ആ ഒരു കവിളൊക്കെ വീർത്ത് അങ്ങനത്തെ ഒരു ലുക്കിലാണ് നമ്മൾ സിജോനെ കാണുന്നത്. അപ്പൊ അതിലൊരു ചെറിയ സങ്കടം തോന്നി. പക്ഷെ എപ്പിസോഡ് വൈസ് സിജോ ഗംഭീരമായിട്ട് സംസാരിച്ചു. ആ വയ്യാതിരുന്നിട്ട് പോലും ഒരാളെയും കുറ്റപ്പെടുത്താതെ ഗെയിമിന്റെ സ്പിരിറ്റിൽ കാര്യങ്ങളെ കാണുന്നു എന്ന രീതിക്ക് സംസാരിച്ചു. അതൊരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി സിജോയ്ക്ക് ഉണ്ട് എന്ന് ഈ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് പ്രൂവ് ചെയ്തു. പിന്നെ പോയതെന്ന് പറയുന്നത് നമ്മുടെ പവർ ടീമിനെ വിചാരണ ചെയ്യുന്ന ഒരു സീനിലേക്കാണ്. ഗബ്രി ഒരു റേഡിയോ ആയിട്ട് മാറിയതായിരിക്കും എനിക്ക് തോന്നി. ഗബ്രിയും അർജുനും നോറയുമാണ് പവർ ടീമിനെ വിചാരണ ചെയ്യാൻ അഡ്വക്കേറ്റ്സ് ആയിട്ട് വന്നത്. അപ്പൊ അതിനകത്ത് ഗബ്രി ഈ 1 man ഷോ, അല്ലെങ്കിൽ ഗബ്രി പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക എന്ന ലെവലിലേക്ക് എനിക്ക് ഫീൽ ചെയ്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന ലെവലില്. പക്ഷെ അവിടെ സ്കോർ ചെയ്തത് നോറയാണ്. നോറ പറഞ്ഞ പോയിന്റ് ഇവർക്ക് ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അമ്മാതിരി രീതിയിൽ നോറ സ്കോർ ചെയ്തു. അവിടെ തിരിച്ചു വന്നിട്ട് പിന്നെ ജിൻഡോയുടെ ഉറക്കമാണ്. ജിൻഡോ റൂംമേറ്റ്സിനോട് അല്ലെങ്കിൽ ഹൗസ് മേറ്റ്സിനോട് പറഞ്ഞത്, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയതായിട്ട് ബിഗ് ബോസ് തെളിയിക്കുവാണെങ്കിൽ ഞാൻ ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യുന്നു, ബിഗ് ബോസ് തെളിയിക്കുവാണെങ്കിൽ
ബിഗ് ബോസ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ശിക്ഷ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ ലാലേട്ടന് വന്നിട്ട് പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട്. ജിൻഡോ കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരു സീൻ കാണിച്ചു. ഒരു സീനല്ല, പല സിറ്റുവേഷൻസിൽ ജിൻഡോ ഉറങ്ങുന്ന സീൻസ് കാണിച്ചു. അതിനകത്ത് ഒരെണ്ണം ഞാൻ ഉറങ്ങിയിട്ടില്ലേ എന്ന് ജിൻഡോ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സീക്വൻസ് കാണിച്ചു. പിന്നെ വളരെ വൃത്തികെട്ടൊരു സാധനമായിരുന്നു ജാസ്മിന്റെ ആ ഒരു ചായ എടുത്ത് വെച്ചിട്ട് തുമ്മുന്നത്. എന്നിട്ട് നമ്മൾ മാത്രമേ കണ്ടുള്ളേ എന്ന് അപ്സരയോട് പറയുന്നത് വളരെ മോശമായി പോയി. കാരണം എന്നിട്ട് ജാസ്മിൻ വളരെ പ്രൗഡായിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 ഒരിക്കൽ കുളിക്കാറുള്ളൂ എന്ന് ജാസ്മിൻ പറയുന്നു. ശരിക്കും ഈ ഷോ ഇത്രയധികം ആൾക്കാർ കാണുന്നത് ഇവർക്ക് അറിയില്ലേ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. ആരൊക്കെ കാണുന്നില്ല എന്ന് പറഞ്ഞാലും കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയധികം ആൾക്കാർ കാണുന്ന ഒരു ഷോയ്ക്കകത്ത് വന്നിട്ട് ഞാൻ കുളിക്കാറില്ല അല്ലെങ്കിൽ 1 ഒരിക്കൽ കുളിക്കാറുള്ളൂ, അത് പറയുന്നതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു സാമാന്യ ബോധം വേണ്ടേ? അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ചായക്കകത്ത് തുമ്മുമ്പം എന്തായാലും ആ ചായ മാറ്റാനുള്ളൊരു മനസ്സ് പോലും കാണിച്ചിട്ടില്ല. അപ്പോൾ അല്പം കൂടെ ടേസ്റ്റ് വീണോട്ടെ എന്നുള്ള ലെവലിലാണ് ജാസ്മിൻ അവിടെ സംസാരിച്ചത്. വളരെ മോശമായി പോയി. ഇതെല്ലാം ലാലേട്ടൻ നിന്ന് പൊള്ളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട്. അവസാനം ജാസ്മിൻ കരയുന്നുണ്ട്. ആ കരച്ചിൽ അവിടെ ആവശ്യമായിരുന്നു. അപ്പോൾ കരഞ്ഞത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കിട്ടിയപ്പോഴാണ്. കാരണം അവിടെയാണ് ജിൻഡോ വന്നിട്ട് ആ മറ്റേ ബാത്റൂമിന്റെ കാര്യം പറയുന്നതും. ശരിക്കും ഞാൻ വിചാരിച്ചത് ഈ ജയിലിനകത്ത് വെച്ചിട്ട് ജാസ്മിൻ ഗബ്രി ഒരു ഷോ ഓഫ് കൊണ്ടായിരുന്നു, അപ്പൊ അത് കാണിക്കുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല കാണിച്ചത്, ഈ പറഞ്ഞ ചായയുടെ സീനാണ് കാണിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നാളത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ശരിക്കും എവിക്ഷൻ ഡേ ആയിരുന്നു. ഇന്നും നാളെ എവിക്ഷൻ ഡേ ആണ്. പക്ഷെ സിജോയും റോക്കിയും പോയത് കൊണ്ട് സിജോയിന് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വരുമെന്ന് പറഞ്ഞാണ് സിജോ പോയേക്കുന്നത്. അപ്പൊ റോക്കി പോയത് കൊണ്ട് ഈ പ്രാവശ്യം ഈ ആഴ്ച എവിക്ഷൻ വേണ്ട, നെക്സ്റ്റ് നോമിനേഷൻ നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ പൊളിച്ചടുക്കി. സ്കോർ ചെയ്തത് ലാലേട്ടൻ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിൻഡോ വീണ്ടും മണ്ടനാവുകയാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നൊന്നും എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ജിൻഡോ ഒരു മണ്ടനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ടു ബി ഫ്രാങ്ക്. അപ്പോൾ വീണ്ടും നാളെ സൺഡേ ആണ്, നാളെ ഈസ്റ്റർ ആണ്. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. അപ്പം നാളെ വൈകുന്നേരത്തെ ബിഗ് ബോസ് എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.